ഹായ് ഓൾ, നമുക്കിന്ന് ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചാലോ? ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുള്ളത് മനസ്സിലായിന്ന് വരില്ല. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ കുറ്റം അല്ലെങ്കിൽ പോലും എല്ലാത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ വല്ലാതെ കൺട്രോൾ ചെയ്യുക. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വില കുറച്ച് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വല്ലാത്ത ഭയം തോന്നുക. അഥവാ എക്സ്പ്രസ് ചെയ്താൽ തന്നെ അതൊരു ദേഷ്യത്തിലേക്കോ ആർഗ്യുമെന്റിലേക്കോ ആയിരിക്കും ചെന്നെത്തുക. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്. പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വല്ലാതെ ഡ്രെയിൻഡ് ആൻഡ് അൺഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എന്നൊക്കെ നിങ്ങൾ വല്ലാതെ അകന്നു പോവുക. ഈ പറഞ്ഞതൊക്കെ ഒറ്റ പോയിന്റിൽ പറയുവാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എക്നോളേജ് ദ പ്രോബ്ലം ദെൻ റീച്ച് ഔട്ട് ഫോർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളൊരു ഫ്രണ്ടിനോടോ ഒരു ഫാമിലി മെമ്പറോടോ ഇതേക്കുറിച്ച് സംസാരിക്കുക. ഓർ സീക്ക് ഫോർ പ്രൊഫഷണൽ ഹെൽപ്പ്. റിമെമ്പർ വൺ തിങ്, യു ഡിസേർവ് ലവ് ദാറ്റ് ഫീൽസ് ലൈക്ക് ഫ്രീഡം, നോട്ട് എ ട്രാപ്പ്.